സെക്രട്ടേറിയറ്റ് പരിസരത്തെ സമാനതകളില്ലാത്ത രീതിയിൽ സംഘർഷഭരിതമാക്കി യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം. സമാധാനത്തിന്റെ കാലം കഴിഞ്ഞെന്ന് നേതാക്കൾ പ്രഖ്യാപിച്ചതോടെ വർദ്ധിത വീര്യത്തോടെ പ്രവർത്തകർ അണിചേർന്നു. പോലീസ് വാഹനം അടിച്ചു തകർക്കുകയും ഷീൽഡുകൾ പൊട്ടിക്കുകയും ചെയ്തു. പ്രതികരിക്കാതെ നിൽക്കുന്ന അസാധാരണ കാഴ്ചയും തലസ്ഥാനത്ത് കണ്ടു. പോലീസ് ഇന്ന് പ്രതികരിച്ചില്ല എന്നുള്ളതാണ് ഉദ്ദേശിച്ചത്. 1.5 മണിക്കൂറിലേറെ സംഘർഷാവസ്ഥ നീണ്ടുനിന്നു. ഒടുവിൽ പിരിഞ്ഞുപോയ പ്രവർത്തകർ സർക്കാർ വാഹനങ്ങൾ ആക്രമിച്ചു. പോലീസിന് നേരെ ശക്തമായ കല്ലേറുമുണ്ടായി. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന് തലയ്ക്ക് പരിക്കേറ്റതോടെ പ്രവർത്തകർ വീണ്ടും കൂട്ടം ചേർന്ന് പ്രതിഷേധം ശക്തമാക്കുന്നതാണ് ഇന്ന് സെക്രട്ടേറിയറ്റിന് മുന്നിൽ കണ്ടത്. മലപ്പുറത്ത് SFI വനിതാ നേതാക്കളോട് കരയല്ലേ മോളെ എന്ന് പറഞ്ഞ പോലീസ് തിരുവനന്തപുരത്ത് യൂത്ത് കോൺഗ്രസ് വനിതാ നേതാക്കളുടെ ഉടുപ്പിന് പിടിച്ചെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ആരോപിച്ചു. അങ്ങനെ ഞങ്ങളുടെ വനിതാ പ്രവർത്തകരെ തുണിമേ പിടിച്ചിട്ടുള്ള പോലീസുകാരൻ അവന്മാരെ കണ്ടിട്ട് ഇനി ഞങ്ങൾ പോകുന്നുള്ളൂ. അതിനകത്തൊരു തർക്കവും വേണ്ട. SFIക്കാരൻ സമരം ചെയ്യുമ്പോൾ ഒരു സമീപനം, ഞങ്ങളുടെ പ്രവർത്തകരെ പിടിച്ചു മാറ്റാൻ വേണ്ടി ഞാൻ പോയത്. ഞാൻ അക്രമിച്ചു വിട്ടില്ലല്ലോ, നിങ്ങൾ കണ്ടതല്ലേ. പിടിച്ചു മാറ്റുമ്പോൾ എന്നെ എത്ര തവണ പോലീസുകാർ തടഞ്ഞത്? SFIയുടെ സെക്രട്ടറി ഉള്ള സമീപനം ഇതായിരുന്നോ? നോക്കട്ടെ, അവർ പരമാവധി ഫോഴ്സ് ഉപയോഗിക്കട്ടെ. 1.5 മണിക്കൂറായിട്ട് ഫൈറ്റ് നോക്കുമല്ലയോ, നോക്കട്ടെ. വിഷയത്തിൽ കോൺഗ്രസ് നേതാക്കൾ ഇടപെടുന്നതാണ് പിന്നീട് കണ്ടത്. പോലീസിന് നേരെ ഒരു കടലാസ് പോലും എറിയരുത് എന്ന് പഴയ പ്രസ്താവന പിൻവലിക്കുന്നുവെന്ന് പ്രഖ്യാപിച്ചാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ നേരത്തെ മാർച്ച് ഉദ്ഘാടനം ചെയ്തത്. തിരിച്ചടിക്കണം, തിരിച്ചടിക്കണം, തിരിച്ചടിക്കും, ഒരു സംശയവുമില്ല. എണ്ണി അടിക്കും. കല്യാശ്ശേരിയിൽ നിന്ന് തന്നെ ഞങ്ങൾ തുടങ്ങും, ഒരു സംശയവും വേണ്ട. യൂത്ത് കോൺഗ്രസിന്റെയും KSUവിന്റെയും ഈ കുട്ടികളെ സംരക്ഷിക്കാൻ പറ്റിയില്ലെങ്കിൽ ഉള്ള സ്ഥാനം വലിച്ചെറിഞ്ഞ് സന്യാസത്തിന് പോകും. ഇവരുടെ ചോര വീണ ആ ചോരച്ചാലികൾ ചവിട്ടി ഞങ്ങൾക്കാർക്കും ഒരു അധികാര സ്ഥാനത്തേക്ക് പോകണ്ട. ആ അധികാര സ്ഥാനത്തേക്കാൾ ഞങ്ങൾക്ക് പ്രിയപ്പെട്ടവരാണ് ഇവർ. നിയമപരമായ നടപടികൾ നിങ്ങൾ സ്വീകരിച്ചില്ല, ഉറപ്പായി തിരിച്ചടിക്കുക തന്നെ ചെയ്യും. അതിന്റെ കൂടെ ഞങ്ങൾ ഉണ്ടാവും. പുറത്തു നിന്ന് പറയാനല്ല, കൂടെ ഉണ്ടാകും. അടിച്ചാൽ തിരിച്ചടിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് പറയുന്നു. തിരുവനന്തപുരത്ത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ അകാരണമായി പോലീസ് മർദ്ദിച്ചുവെന്നാണ് മുൻ പ്രതിപക്ഷ നേതാവായ രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം. ഞങ്ങളൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. സംസ്ഥാനത്ത് ഇന്ന് സമരം ചെയ്യുന്ന യൂത്ത് കോൺഗ്രസ്സുകാരെ പോലീസ് മർദ്ദിക്കുന്നു, DYFI ഗുണ്ടകൾ മർദ്ദിക്കുന്നു. ഇതെന്ത് നടപടിയാണ്? അതിനെല്ലാം മുഖ്യമന്ത്രി പിന്തുണ കൊടുക്കുന്നു. എവരാണ് ഭാവി കേരളത്തിൻ്റെ വാഗ്ദാനമെന്നാണ്, ഈ ഗുണ്ടകളാണ് ഭാവി കേരളത്തിൻ്റെ വാഗ്ദാനമെന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. എന്താണ് ഈ നാട്ടിൽ നടക്കുന്നത്? അതുകൊണ്ട് ഈ അക്രമം അവസാനിപ്പിക്കാൻ അവർ തയ്യാറാകണം. അക്രമകാരികളായ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെയും DYFIക്കാരുടെയും പേരിൽ നടപടി ഉണ്ടാകണം. CPIഎമ്മിന്റെ പ്രതികരണം കൂടി പുറത്തുവരുന്നുണ്ട്. യൂത്ത് കോൺഗ്രസ് പ്രതിഷേധത്തിൽ VD സതീശന്റെ നേതൃത്വത്തിൽ കലാപമുണ്ടാക്കാനാണ് യൂത്ത് കോൺഗ്രസുകാർ ശ്രമിച്ചത് എന്നാണ് MV ഗോവിന്ദന്റെ പ്രതികരണം. ഇപ്പോൾ പരസ്യമായിട്ട് പറഞ്ഞിരിക്കുകയാണ്, RSSന്റെ കൊള്ളാവുന്ന ആളുകളെല്ലാം സെനറ്റിലേക്ക് നോമിനേറ്റ് ചെയ്തിട്ടുള്ള ഗവർണറുടെ നിലപാട് പൂർണ്ണമായിട്ടും ശരിയാണ് എന്നാണ്. കാവ്യവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് ഒരു ഓഹരി കിട്ടിയാൽ അത് ഞങ്ങൾ സ്വീകരിച്ച് മുമ്പോട്ടേക്ക് പോകും. അടിക്ക് തിരിച്ചടി എന്ന് പ്രസംഗിച്ച VD സതീശൻ തിരിച്ചടിക്കാൻ മറുഭാഗത്തും ആളുണ്ട് എന്ന് ഓർക്കണമെന്ന് LDF കൺവീനർ EP ജയരാജൻ പറഞ്ഞു. സതീശൻ പത്രസമ്മേളനം നടത്തി എണ്ണി തിരിച്ചടിക്കാൻ പുറപ്പെടുമ്പോൾ സതീശ എണ്ണി കണക്ക് തീർക്കാൻ മറുഭാഗം ഉണ്ടാകും നോക്കിക്കോ. അഹങ്കാരത്തിനും ധിക്കാരത്തിനും ഒരു പരിധിയുണ്ട്. അതുകൊണ്ട് ഇരിക്കുന്ന സ്ഥാനത്തെക്കുറിച്ച് ആലോചിച്ചേ പ്രഖ്യാപനം നടത്താവൂ. നിങ്ങൾ അടിക്കാൻ വരുമ്പോൾ എല്ലാവരും പുറം കാണിച്ചു തരുമെന്ന് ധരിക്കണ്ട. അതുകൊണ്ട് ആ പ്രഖ്യാപനം തന്നെ ഞാനിവിടെ പറഞ്ഞതുപോലെ സംഘർഷവും ഉണ്ടാക്കാനാണ്. അതുകൊണ്ട് ഇത്തരം പ്രവണതകളിൽ നിന്ന് കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവാണ് എന്ന കാര്യം മനസ്സിലാക്കി പിന്തിരിയുക. ഉച്ചയ്ക്ക് മുൻപ് ആരംഭിച്ച സംഘർഷാവസ്ഥ അയഞ്ഞത് 3:30യോടെയാണ്. പോലീസ് തെരയുന്ന 2 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കന്റോൺമെന്റ് സ്റ്റേഷനിലെത്തി കീഴടങ്ങുകയായിരുന്നു. വിവരങ്ങളുമായി അല്ലമീൻ ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. അല്ലമീൻ, ഒരുപാട് കാലത്തിന് ശേഷമാണ് ഇത്തരത്തിൽ തലസ്ഥാനം യുദ്ധക്കളമാവുന്നത് നമ്മൾ കണ്ടത്. ഒരു പ്രക്ഷോഭത്തിന്റെ ഭാഗമായി വലിയ പ്രതിഷേധമായിരുന്നല്ലോ. എന്തൊക്കെ നടന്നു അവിടെ അല്ലമീൻ?
ഉമേഷ്, പലതരത്തിൽ പ്രത്യേകതകൾ നിറഞ്ഞൊരു സമരമാണ് ഇന്ന് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റ് പടിക്കൽ നടന്നത്. അതിലൊന്ന്, സാധാരണ ഇത്തരം പ്രതിഷേധങ്ങൾ നടക്കുമ്പോൾ മുതിർന്ന നേതാക്കൾ ഉദ്ഘാടനം ചെയ്ത് മടങ്ങലാണ് പതിവ്. പക്ഷേ അതിന് വിപരീതമായി പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ഈ പ്രതിഷേധ മാർച്ചിന്റെ തുടക്കം മുതൽ മാർച്ചിനെ നയിച്ച് കടന്നു വരുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ആ മാർച്ച് തുടങ്ങിയപ്പോൾ തന്നെ പല പ്രവർത്തകരും കടന്നു വന്ന വഴിവെക്കിൽ കണ്ട മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും ഫ്ലക്സ് ബോർഡുകൾ, നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട സർക്കാർ പരിപാടികളുമായി ബന്ധപ്പെട്ട ഫ്ലക്സ് ബോർഡുകൾ പൂർണ്ണമായും അടിച്ചു തകർക്കുകയായിരുന്നു. അപ്പോഴും പ്രതിപക്ഷ നേതാവ് മാർച്ചിന് നേതൃത്വം നൽകി കടന്നു വരികയായിരുന്നു. സെക്രട്ടേറിയറ്റിന് മുന്നിലെത്തുന്നു. പ്രതിപക്ഷ നേതാവ് പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുന്നു. അദ്ദേഹം അടിവരയിട്ട് പറഞ്ഞ കാര്യം, ഇതുവരെ കണ്ടൊരു യൂത്ത് കോൺഗ്രസുകാരായിരിക്കില്ല, കോൺഗ്രസുകാരായിരിക്കില്ല ഇനി കാണുന്നത്. കൊണ്ട അടികൾക്ക് എണ്ണി തിരിച്ച് പകരം ചോദിക്കുന്ന ഒരു യൂത്ത് കോൺഗ്രസ് ആയിരിക്കും ഇനി ഉണ്ടാവുക എന്ന് കൃത്യമായി തന്നെ പ്രതിപക്ഷ നേതാവ് പറയുന്നു. കല്യാശ്ശേരിയിൽ മുതൽ ആ തിരിച്ചടി തുടങ്ങുമെന്നും കൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. അങ്ങനെ പ്രവർത്തകർക്ക് ഒരു ഉറപ്പ് നൽകി പോലീസിനും CPM-കാർക്കും DYFI-കാർക്കും ഒരു മുന്നറിയിപ്പ് നൽകി പ്രതിപക്ഷ നേതാവ് ആ വേദി വിടുന്നു. അതിന് പിന്നാലെ പ്രവർത്തകർ സാധാരണ സമരരംഗങ്ങളിൽ, പ്രതിഷേധ വേദികളിൽ കാണുന്നത് പോലെ ബാരിക്കേഡ് തകർക്കാൻ ശ്രമിക്കുകയാണ്. ഇന്ന് യൂത്ത് കോൺഗ്രസിന്റെ ഈ പ്രതിഷേധത്തിന്റെ മറ്റൊരു സ്വഭാവം, യൂത്ത് കോൺഗ്രസിന്റെ പുതിയ സംസ്ഥാന കമ്മിറ്റി അധികാരമേറ്റ ശേഷമുള്ള ആദ്യത്തെ പരിപാടിയായിരുന്നു. ആ അർത്ഥത്തിൽ അതിൻ്റെതായിട്ടുള്ളൊരു പ്രവർത്തക പങ്കാളിത്തം കാണാനായിരുന്നു. ഏതാണ്ട് 100 കണക്കിന് പ്രവർത്തകരുണ്ടായിരുന്നു. പക്ഷെ പ്രവർത്തകരുടെ എണ്ണം വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ പോലീസുകാരുടെ എണ്ണം നന്നേ കുറവായിരുന്നു. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പ്രതിരോധിക്കാൻ തക്ക പോലീസ് ഫോഴ്സ് സെക്രട്ടേറിയറ്റ് പരിസരത്തില്ലായിരുന്നു. പോലീസിനെ പരമാവധി പ്രകോപിപ്പിക്കും വിധത്തിലായിരുന്നു പ്രതിഷേധക്കാരുടെ സമീപനം. ബാരിക്കേഡ് ഉയർത്തുന്നു, പോലീസ് വാഹനത്തിന് നേരെ കല്ലുകൾ എറിയുന്നു, ചെരുപ്പുകൾ ഊരി എറിയുന്നു, കൊടികെട്ടിയ കമ്പുകൾ എറിയുന്നു. പക്ഷെ അപ്പോഴും പരിപൂർണമായും പോലീസ് സംയമനം പാലിക്കുകയായിരുന്നു. എന്നാൽ പ്രവർത്തകരുടെ പ്രതിഷേധം ശക്തമായതോടെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചതോടെ പ്രവർത്തകർ പോലീസിന് നേരെ പാഞ്ഞെടുക്കുകയും കല്ലേറ് വ്യാപകമാക്കുകയും ചെയ്യുന്നു. പോലീസിന്റെ ലാത്തി പിടിച്ചു വാങ്ങി പോലീസിനെ മർദ്ദിക്കുന്നു. പോലീസിന്റെ പ്രൊട്ടക്ഷൻ ഷീൽഡ് അടിച്ചു തകർക്കുന്ന ഒരു കാഴ്ച. അങ്ങനെ വലിയ രീതിയിൽ പോലീസിനെതിരെ ഏകപക്ഷീയമായി പ്രവർത്തകർ ഒരു ആക്രമണം നടത്തിയിട്ടും പോലീസ് കയ്യും കെട്ടി നോക്കി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് ഇന്ന് കണ്ടത്. അതിൽ നിന്ന് വായിച്ചെടുക്കാനാകുന്ന ഒരു കാര്യം, നവകേരള സദസ്സ് തലസ്ഥാനത്തേക്ക് കടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. സമാപന ദിവസങ്ങളിലേക്ക് അടുക്കുന്ന ഒരു സാഹചര്യമുണ്ട്. സ്വാഭാവികമായും പ്രതിപക്ഷം നവകേരള സദസ്സിന്റെ പൊലിമ കുറയ്ക്കാൻ പല രാഷ്ട്രീയ തന്ത്രങ്ങളും അടവുകളും പ്രയോഗിക്കും. അതിന് പോലീസ് നിന്നുകൊടുക്കരുത്, ആ ചുണ്ടയിൽ കൊത്തരുത് എന്ന് മാത്രമല്ല, പ്രതിപക്ഷത്തിന് മറ്റൊരായുധം നൽകുന്ന ഒരു സമീപനവും പ്രകോപനവും പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകരുത് എന്നുള്ള കൃത്യമായ നിർദ്ദേശം അത് സർക്കാർ തലത്തിൽ പോലീസിന് ലഭിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാനാകുന്നത്. അതുകൊണ്ട് തന്നെയാണ് പതിവിന് വിപരീതമായ ഒരു സംയമനം പോലീസ് പാലിച്ചത്. പല പോലീസുകാർക്കും ചോര ഒലിപ്പിച്ച് നിൽക്കേണ്ട സാഹചര്യം വന്നിരുന്നു. കന്റോൺമെന്റ് പോലീസിന്റെ ചുണ്ടുപൊട്ടി രക്തമൊഴുകിയിട്ടും തിരിച്ചടിക്കാൻ തയ്യാറാകാതെ ഒരു പോലീസിനെ നമ്മൾ കാണുകയും ചെയ്തു. അങ്ങനെ പലതരത്തിൽ പോലീസ് പരമാവധി സംയമനം പാലിച്ചെങ്കിലും പ്രവർത്തകർ പലതരത്തിൽ പ്രകോപനം സൃഷ്ടിക്കുകയായിരുന്നു. പിന്നീട് നേരിയ തോതിൽ ലാത്തിചാർജ് നടത്തി ലാത്തി വീശി പ്രവർത്തകരെ പിന്തിരിപ്പിക്കാനാണ് പോലീസ് ശ്രമിച്ചത്. പക്ഷെ അതിനൊന്നും തന്നെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ വഴങ്ങിയതുമില്ല. എന്ന് മാത്രമല്ല, പോലീസ് അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിലെടുത്ത് പോലീസ് വാഹനത്തിൽ കയറ്റിയ പല പ്രവർത്തകരെയും ശരിയല്ല മീൻ. ഏതായാലും പോലീസ് സംയമനം പാലിക്കുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പക്ഷേ പ്രതിഷേധമായി ആർത്തലയ്ക്കുകയായിരുന്നു. അല്ലമീനാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. ഇനി പാർലമെന്റിൽ ഇന്ന് എന്ത് സംഭവിച്ചു എന്ന് നോക്കാം. പാർലമെന്റ് പ്രക്ഷുബ്ധം. ഉപരാഷ്ട്രപതി കൂടിയായ രാജ്യസഭാ ചെയർമാനെ അപമാനിച്ചു എന്ന ആരോപണത്തിൽ പ്രതികരിച്ച് രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും. വിഷയത്തിൽ ഖേദം പ്രകടിപ്പിക്കാത്തതിൽ കോൺഗ്രസിനെ ഉപരാഷ്ട്രപതി വിമർശിച്ചു. സഭയിൽ ഇന്നും സസ്പെൻഷനുണ്ടായി. കേരളത്തിൽ നിന്നുള്ള CPIM പ്രതിനിധി AM ആരിഫിനെയും കേരള കോൺഗ്രസ് പ്രതിനിധി തോമസ് ചാഴികാടനെയുമാണ് ഇന്ന് സസ്പെൻഡ് ചെയ്തത്. പ്രതിപക്ഷ അംഗങ്ങളുടെ എണ്ണം കുറവാണെങ്കിലും ഇരുസഭകളിലും ഇന്നും പ്രതിഷേധമുണ്ടായി. നിതിൻ അംബുജൻ വിവരങ്ങളുമായി ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. നിതിൻ, അങ്ങനെ പ്രതിപക്ഷത്തെ അംഗസംഖ്യ ഓരോ ദിവസവും കുറഞ്ഞു വരികയാണ്. സസ്പെൻഷൻ കൂടുതൽ ഉണ്ടാകുന്നു. ഇന്നെന്താണ് സഭയിൽ സംഭവിച്ചത് നിതിൻ? ഉന്മേഷ്, സഭ ഇന്നും പ്രക്ഷുബ്ധമായിരുന്നു. പ്രതിപക്ഷ MP-മാർക്കെതിരെ ഇന്നും നടപടിയുണ്ടായി. AM ആരിഫ്, അതോടൊപ്പം തോമസ് ചാഴിക്കാട് ഉൾപ്പെടെയുള്ള MP-മാരെ സസ്പെൻഡ് ചെയ്തു. നമുക്കറിയാം, പാർലമെന്റ് സുരക്ഷാ വീഴ്ച അത് പാർലമെന്റിൽ കഴിഞ്ഞ ദിവസമടക്കം പ്രതിപക്ഷം ഉന്നയിച്ചിരുന്നു. പക്ഷേ ചർച്ചയ്ക്ക് തയ്യാറാത്തൊരു സാഹചര്യത്തിൽ കൂടിയാണ് പ്രതിഷേധം ശക്തമാക്കാൻ തീരുമാനിച്ചത്. ഇന്നും സഭ ആരംഭിച്ച ഘട്ടത്തിൽ പ്രതിപക്ഷ നിരയിലെ MP-മാർ ഈ വിഷയം ചർച്ചയ്ക്ക് വേണമെന്ന് ആവശ്യപ്പെട്ടു. പക്ഷേ ചർച്ചയ്ക്ക് തയ്യാറല്ലെന്ന ഒരു നിലപാട് തന്നെയാണ് സ്വീകരിച്ചത്. മാത്രമല്ല, ഇതിനെ തുടർന്ന് ഇന്ന് പ്രതിപക്ഷം ബഹളം വെക്കുന്ന ഒരു നിലപാടും സ്വീകരിച്ചു. കൂടാതെ കഴിഞ്ഞ ദിവസം
ദിവസം അടക്കം സസ്പെൻഡ് ചെയ്യപ്പെട്ട പ്രതിപക്ഷ എംപിമാർ ഇന്ന് ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിൽ പ്രതിഷേധിച്ചു. ഇനിയുള്ള ദിവസങ്ങളും സമാനമായി തന്നെ പ്രതിഷേധം തുടരാൻ തന്നെയാണ് തീരുമാനം. അതോടൊപ്പം മറ്റന്നാൾ ജന്തർ മന്ദിറിലും ഇത്തരത്തിൽ ഇന്ത്യ സഖ്യത്തിന്റെ പ്രതിഷേധം നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. എന്തായാലും സഭ ഇന്നും പ്രക്ഷുബ്ധമായിരുന്നു. കൂട്ട നടപടി തന്നെ ഉണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ട്. അതിനിടെയാണ് കഴിഞ്ഞ ദിവസം TMC MP ആയ കല്യാൺ ബാനർജിയുടെ ഭാഗത്തുനിന്നും രാജ്യസഭാ ചെയർമാനെ കളിയാക്കാൻ തരത്തിലൊരു വീഡിയോ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. സഭയിൽ വെച്ച് തന്നെയായിരുന്നു, സഭയുടെ പുറത്തു വെച്ചായിരുന്നു അത് ചിത്രീകരിച്ചത്. അതിൽ രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കൾക്കെതിരെ MPമാർക്കെതിരെ BJPയും രംഗത്തെത്തിയിട്ടുണ്ട്. പക്ഷേ ഇതിൽ ഈ ഒരു നടപടിയിൽ മാപ്പ് പറയാത്ത സാഹചര്യത്തിൽ ഇന്ന് രാജ്യസഭാ ചെയർമാനും ഈ വിഷയം മുന്നോട്ട് വെച്ചിരുന്നു. ഇതിൽ രൂക്ഷ വിമർശനമാണ് ഉന്നയിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കൂടാതെ രാഷ്ട്രപതിയും അതോടൊപ്പം ലോക്സഭാ സ്പീക്കറും ഓം ബിർളയുമായി ജഗ്ദീപ് ധൻഖറുമായി സംസാരിച്ചു. എന്തായാലും ഇനിയുള്ള ദിവസങ്ങളിലും BJP MPമാർ ഇത് ആയുധമാക്കാൻ തന്നെയാണ് തീരുമാനം. പക്ഷേ ഇന്ന് രാഹുൽ ഗാന്ധിയുടെ പ്രതികരണം ഇപ്രകാരമായിരുന്നു. താൻ ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു തരത്തിലും വീഡിയോ ഷെയർ ചെയ്യുന്ന നടപടി സ്വീകരിച്ചില്ല, വീഡിയോ ഷൂട്ട് ചെയ്തു. പക്ഷേ പാർലമെന്റിലെ സുരക്ഷാ നടപടിയെക്കുറിച്ച് യാതൊരു തരത്തിലും ചർച്ചയ്ക്ക് തയ്യാറാകാത്ത സർക്കാർ എന്തുകൊണ്ട് ഈ വിഷയം ഉയർത്തിക്കാട്ടുന്നു? ശ്രദ്ധ തിരിക്കാനുള്ള ഒരു സമീപനമാണ് ഭരണപക്ഷ MPമാരുടെ ഭാഗത്തും ഉള്ളതെന്ന ഒരു നിലപാടാണ് സ്വീകരിച്ചത്. ഇന്ന് പ്രതിപക്ഷ MPമാരുടെ അസാന്നിധ്യത്തിനിടെ ഒരു 3 സുപ്രധാനപ്പെട്ട ബില്ലുകൾ ലോക്സഭ പാസാക്കി. നാളെ രാജ്യസഭയിലും ഇത് അവതരിപ്പിക്കും. എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ട 3 കൊളോണിയൽ കാലഘട്ടത്തിലെ നിയമങ്ങൾ അത് മാറ്റി നിർത്തിക്കൊണ്ട് ഒരു പുതിയ 3 ബില്ലുകളാണ് ഇന്ന് ലോക്സഭ പാസാക്കിയത്. നിതിൻ അംബുജനാണ് വിവരങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്നും. അടുത്ത വാർത്തയിലേക്ക്. കേരള സർവകലാശാല സെനറ്റിലേക്ക് ഗവർണർ നടത്തിയ നിയമനത്തെ പിന്തുണച്ച K. സുധാകരനും MM ഹസനുമെതിരെ കോൺഗ്രസിൽ അമർഷം. സിൻഡിക്കേറ്റ് നിയമനത്തിൽ എന്നല്ല, ഗവർണർ ചെയ്ത ഒരു കാര്യത്തിനും തങ്ങൾ കൂട്ടുനിൽക്കില്ല എന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ വ്യക്തമാക്കി. RSS-കാരനെ ഗവർണറുടെ സ്റ്റാഫിൽ വെക്കരുത് എന്നാവശ്യപ്പെട്ടിരുന്നു. വിഷയം K. സുധാകരനുമായി സംസാരിച്ചെന്നും അവ്യക്തത നീക്കിയെന്നും VD സതീശൻ പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞത് ഗവർണർക്ക് ചാൻസലർക്ക് ഇത് നോമിനേറ്റ് ചെയ്യുമ്പോൾ ഓരോ മേഖലയിൽ നിന്നും അർഹരായ ആളുകളെ രാഷ്ട്രീയത്തിൻ്റെ നിറം നോക്കാതെ കൊള്ളാവുന്ന ആളുകളെ വെക്കണമെന്നാണ് ഞങ്ങളുടെ നിലപാട്. ഇപ്പോഴും ഞങ്ങളുടെ നിലപാടതാ. ഞങ്ങൾ ഗവർണർ ചെയ്ത ഒരു കാര്യത്തിനും, ഒരു തെറ്റായ കാര്യത്തിനും ഞങ്ങൾ കൂട്ടുനിന്നിട്ടില്ല, കൂട്ടുനിൽക്കുകയില്ല. ഗവർണറുടെ ഓഫീസിൽ തിരുവനന്തപുരത്ത് അറിയപ്പെടുന്ന സംഘപരിവാർ നേതാവിനെ സ്റ്റാഫാക്കി വെച്ചു കൊടുത്ത ആരാ? പിണറായി വിജയൻ. അന്ന് ഞങ്ങൾ പറഞ്ഞു ചെയ്യരുത്. അപ്പോൾ അന്ന് ഒക്കെ ചങ്ങായിമാരാണ്, ഗവർണർ മുഖ്യമന്ത്രിയും. അന്ന് ഈ 2 കൂട്ടരെയും ഒരുമിച്ച് എതിർത്തവരാണ് ഞങ്ങൾ. സർവകലാശാലകളിലെ നാമനിർദ്ദേശത്തെക്കുറിച്ചുള്ള നിലപാടിൽ മലക്കം പറഞ്ഞ UDF കൺവീനർ MM ഹസൻ കാവ്യവൽക്കരിക്കാനുള്ള ഗവർണറുടെ നീക്കത്തിന് എതിരെയാണ് UDF. ക്യാമ്പസുകളെ ചുവപ്പിക്കാനുള്ള സർക്കാർ നീക്കത്തിനും എതിരാണ്. സംഘപരിവാറും ജനാധിപത്യത്തിന്റെ ഭാഗമാണെന്ന K. സുധാകരന്റെ നിലപാട് UDF-നും കോൺഗ്രസിനും ഇല്ലെന്നും നേരത്തെ പറഞ്ഞ വാക്കുകളെ ദുർവ്യാഖ്യാനം ചെയ്തു എന്നുമാണ് MM ഹസന്റെ വിശദീകരണം. MM ഹസൻ 24-നോട് പറഞ്ഞതും പിന്നീട് നടത്തിയ തിരുത്തും കാണാം. ഗവർണർക്ക് നോമിനേറ്റ് ചെയ്യാനുള്ള അധികാരമുണ്ട്. സാധാരണ ഗവൺമെൻറ് കൊടുക്കുന്ന ലിസ്റ്റ് ഗവർണർ നോമിനേറ്റ് ചെയ്യാണ് പതിവ്. ഗവൺമെൻറ് കൊടുക്കുന്ന ലിസ്റ്റ് മുഴുവൻ മാർക്സിസ്റ്റുകാരാണ്. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് വെച്ച പ്രതിനിധിയല്ലേ ഗവർണർ. ഗവർണർ ചെയ്തത് വാസ്തവത്തിൽ എല്ലാവരെയും ഉൾക്കൊള്ളിച്ചു. മുഖ്യമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയും കൊടുക്കുന്ന ലിസ്റ്റിൽ മാർക്സിസ്റ്റുകാർ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഗവർണർക്ക് ഗവർണറുടെ വിവേചനാധികാരം ഉപയോഗിക്കാം. ഗവർണർക്ക് എല്ലാവരെയും നോമിനേറ്റ് ചെയ്യാൻ അധികാരമുണ്ട്. അതൊരു എൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫാക്ട്സ് മാത്രമേ ഉള്ളൂ. രണ്ടാമത് പറഞ്ഞു. പക്ഷെ അതുകൊണ്ട് ഇതിനെ സംബന്ധിച്ച് UDF-ൻ്റെ നിലപാട് വ്യക്തമാക്കാൻ ഞാൻ നിർബന്ധിതമായതുകൊണ്ട് പറയുകയാണ്. ഞങ്ങൾ ഗവർണർ സർവകലാശാലകളെ കാവ്യവൽക്കരിക്കാൻ നടത്തുന്നതിനെയും ഗവൺമെൻറ് അതിനെ ചുവപ്പ് നിറം ആക്കി മാറ്റാൻ ശ്രമിക്കുന്നതിനെയും ഒരുപോലെ എതിർക്കുന്ന ആളുകളാണ്. അമിതമായ രാഷ്ട്രീയവൽക്കരണം കൊണ്ട് സർവകലാശാല ഭരണത്തെ തകർക്കുന്നു, സർവകലാശാലയുടെ നിലവാരത്തെ തകർന്നു. സർവകലാശാലകളിലെ കാവ്യവൽക്കരണത്തെ KPCC അധ്യക്ഷൻ K. സുധാകരൻ വെള്ളപൂച്ചുകയാണെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. കാവ്യവൽക്കരണത്തിന്റെ ഓഹരി പറ്റാൻ കോൺഗ്രസ് തയ്യാറാണ് എന്ന നിലപാടാണ് K. സുധാകരൻ പ്രഖ്യാപിച്ചത്. ഇതിൽ മുസ്ലിം ലീഗ് പ്രതികരിച്ച് കാണുന്നില്ലെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. ഇപ്പോൾ പരസ്യമായിട്ട് പറഞ്ഞിരിക്കുകയാണ്, RSSൻ്റെ കൊള്ളാവുന്ന ആളുകളെല്ലാം സെനറ്റിലേക്ക് നോമിനേറ്റ് ചെയ്തിട്ടുള്ള ഗവർണറുടെ നിലപാട് പൂർണ്ണമായിട്ടും ശരിയാണ് എന്നാണ്. കാവ്യവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് ഒരു ഓഹരി കിട്ടിയാൽ അത് ഞങ്ങൾ സ്വീകരിച്ച് മുമ്പോട്ടേക്ക് പോകും. ഗവർണർ ഇങ്ങനെയുള്ള നോമിനേഷൻ നൽകുന്നതിൽ യാതൊരു പ്രശ്നമില്ല എന്ന് അവർ ഇപ്പോഴും പരസ്യമായിട്ട് പറഞ്ഞിരിക്കുകയാണ്. മുസ്ലിം ലീഗ് ഇതുവരെ പ്രതികരിച്ച് കാണുന്നില്ല.
ഗവർണറെ പിന്തുണച്ച കെ സുധാകരനും എം ഹസനുമെതിരെ മന്ത്രിമാർ കൂട്ടത്തോടെ രംഗത്തെത്തുന്നതാണ് കണ്ടത്. ജനാധിപത്യ ബോധമുള്ള ആരും പറയാത്തതാണ് കെ സുധാകരൻ പറഞ്ഞത് എന്നായിരുന്നു മന്ത്രി പി രാജീവിന്റെ പ്രതികരണം. കോൺഗ്രസിന്റെ സംഘപരിവാർ മുഖം കൂടുതൽ തെളിഞ്ഞെന്നും അദ്ദേഹം പറഞ്ഞു. KPCC പ്രസിഡന്റിന്റെയും UDF കൺവീനറുടെയും നിലപാട് തിരുത്താൻ നേതാക്കളും അണികളും തയ്യാറാകണം എന്നായിരുന്നു മന്ത്രി PA മുഹമ്മദ് റിയാസിന്റെ പ്രതികരണം. കെ സുധാകരനും എം ഹസനും ജനങ്ങളോട് മറുപടി പറയേണ്ടി വരുമെന്ന് മന്ത്രി കെ രാജൻ 24നോട് പറഞ്ഞു. കേരളം ഭരിക്കാൻ കഴിയില്ല എന്ന നിരാശയിലാണ് ഇത്തരം പ്രസ്താവനകളെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. അത് സംഘപരിവാരമല്ല, ഇന്ത്യയിൽ ഒരിക്കലും ഒരു ജനാധിപത്യവാദിയായ ഒരാൾക്ക് പറയാൻ പറ്റാത്ത സ്റ്റേറ്റ്മെന്റാണ്. സംഘപരിവാരം ജനാധിപത്യത്തിന്റെ ഭാഗമാണ്. അവരുടെ ആളുകൾ വിദ്യാഭ്യാസത്തിൽ വന്നാൽ എന്താ കുഴപ്പം? അപ്പോൾ ഇന്ത്യയിലെ എല്ലാ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അവർ പിടിച്ചെടുക്കുന്ന രീതി അദ്ദേഹത്തിന് അറിയാതെയല്ലല്ലോ. അദ്ദേഹം പാർലമെന്റ് മെമ്പർ കൂടിയാണല്ലോ. ഇത്ര അപമാനകരമായ ഒരു അനുഭവമില്ല. UDF എന്തുകൊണ്ടാണ് ഇങ്ങനെ പ്രതികരണം നടത്തുന്നത്? ഇനി ഒരിക്കലും കേരളം ഭരിക്കില്ല എന്നുള്ള ധാരണ കൊണ്ടാണ്. ഭരണഘടനയാണ് ഇന്ത്യയുടെ ആകാശം. ഭരണഘടനയേക്കാൾ വലിയ ഒരു അധികാര കേന്ദ്രവുമില്ല. കോൺഗ്രസ് എടുത്ത നിലപാട് തെറ്റാണ് എന്നാണോ KPCC പ്രസിഡന്റിന്റെ UDF കൺവീനറുടെ അഭിപ്രായം? രാജ്യത്ത് ഉന്നത വിദ്യാഭ്യാസ മേഖലയിലും വിദ്യാഭ്യാസ മേഖലയിലും മതവർഗീയവൽക്കരണം കൊണ്ടുവരാൻ BJP ശ്രമിക്കുന്നുണ്ടോ ഇല്ലയോ? കേരളത്തിലെ കോൺഗ്രസ് പ്രസിഡന്റ് പറയണം. EV ജയശങ്കറുടെ വിശദാംശങ്ങളുമായി ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ജയശങ്കർ. അങ്ങനെ ഗവർണറെ അനുകൂലിച്ചുകൊണ്ടുള്ള പ്രസ്താവന, പിന്നീട് ഹസൻ അത് തിരുത്തേണ്ടി വന്നു. മന്ത്രിമാർ ഒന്നടങ്കം കോൺഗ്രസ് നേതാക്കൾക്കെതിരെ രംഗത്തെത്തുന്ന കാഴ്ച. എന്തൊക്കെ ചലനങ്ങൾ ഉണ്ടാക്കി ഇന്ന് എം ഹസന്റെ പ്രതികരണം? ജയശങ്കർ. ഉന്മേഷ്, എം ഹസന്റെ പ്രതികരണവും കെ സുധാകരന്റെ പ്രതികരണവും പൂർണ്ണമായും മാറ്റിപ്പറയേണ്ട അവസ്ഥയിലാണ് കോൺഗ്രസ് എത്തിച്ചേർന്നത്. കാരണം കോൺഗ്രസിനുള്ളിൽ തന്നെ ഈ വിഷയത്തിൽ വലിയ തോതിലുള്ള വിയോജിപ്പ് ഉയർന്നു വന്നു. പല നേതാക്കളും പരസ്യ പ്രതികരണത്തിന് വന്നില്ലെങ്കിൽ പോലും നേതാക്കളെ നേരിട്ട് വിളിച്ച ഈ വിഷയത്തിൽ കടുത്ത വിയോജിപ്പാണ് രേഖപ്പെടുത്തിയത്. KSUവിന്റെ സംസ്ഥാന പ്രസിഡന്റ് ABP പ്രവർത്തകരെ ഉൾപ്പെടെ സെനറ്റിലേക്ക് നോമിനേറ്റ് ചെയ്യുന്നതിന് അംഗീകരിക്കാൻ സാധിക്കില്ലെന്ന് 24നോട് പറഞ്ഞിരുന്നു. ഈ ഇത്തരത്തിൽ പല നേതാക്കളും ഈ വിഷയത്തിൽ കൃത്യമായ വിയോജിപ്പ് അറിയിച്ചു. ഒപ്പം UDFൽ മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള സംഘടനകൾക്കും ഈ ഒരു വിഷയത്തിൽ കടുത്ത വിയോജിപ്പുണ്ട്. പക്ഷേ മുസ്ലിം ലീഗ് നേതൃത്വം ഇതുവരെ പരസ്യമായി മാധ്യമങ്ങളെ കണ്ട് ഈ വിഷയത്തിൽ ഒരു അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടില്ലെങ്കിലും UDFനെയും ഒപ്പം കോൺഗ്രസ് നേതൃത്വത്തിനെയും ഈ വിഷയത്തിൽ കൃത്യമായ നിലപാട് അറിയിച്ചിട്ടുണ്ട്. കാരണം അവരുടെ ന്യൂനപക്ഷ വോട്ട് ബാങ്കിൽ ഉൾപ്പെടെ വലിയ തോതിലുള്ള വിള്ളൽ ഇത്തരം പ്രസ്താവനകൾ സൃഷ്ടിക്കും. ഇത്തരം ആളുകളെ നിലനിർത്തേണ്ടത് അവരുടെ കൂടി ബാധ്യതയാണ്. അതുകൊണ്ട് തന്നെ അവർ കരുതലോടെയാണ് ഇടപെടുന്നത്. എന്തായാലും ഈ വിവാദം ഇതിനെ വലിയ തരത്തിൽ ഉപയോഗിക്കാൻ തന്നെയാണ് ഇടതുപക്ഷത്തിന്റെ തീരുമാനം. ഇടതുപക്ഷം വലിയ രീതിയിൽ ഉപയോഗിക്കുമെന്ന് തന്നെയാണ് MP ഗോവിന്ദ ഉൾപ്പെടെയുള്ള പ്രസ്താവനകളിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. എന്തായാലും വരുന്ന ദിവസങ്ങളിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഈ സാധനം കേരള രാഷ്ട്രീയത്തിന്റെ അടിത്തട്ടിൽ കൃത്യമായി പ്രവർത്തിക്കുമെന്ന് തന്നെ വേണം നമുക്ക് മനസ്സിലാക്കാം. ശരി, AV ജയശങ്കറാണ് വിവരങ്ങൾ നൽകിയത്. നമ്മളിനി പോകുന്നത് തമിഴ്നാട്ടിലേക്കാണ്. അവിടെ പ്രളയ ദുരിതം പലയിടങ്ങളിലും ഇപ്പോഴുമുണ്ട്. അതിന്റെ വിശദാംശങ്ങൾ നോക്കാം. തൂത്തുക്കുടി, തിരുനെൽവേലി ജില്ലകളിൽ പ്രതിസന്ധി ഇപ്പോഴുമുണ്ട്. വെള്ളക്കെട്ടിൽ കുടുങ്ങിയവരെ പുറത്തെത്തിക്കാൻ നടപടികൾ ഇപ്പോഴും തുടരുന്നുണ്ട്. രക്ഷാപ്രവർത്തനവും ആശ്വാസ നടപടികളും കാര്യക്ഷമമല്ല എന്നാരോപിച്ച് നാട്ടുകാർ പ്രതിഷേധിക്കുന്നതും ഇന്ന് കണ്ടു. MG പ്രതീഷ് ഇപ്പോൾ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. പ്രതീഷ്, തെക്കൻ തമിഴ്നാട്ടിൽ എവിടെയൊക്കെ ഈ പ്രളയ ദുരിതം ഇപ്പോഴുമുണ്ട്? പ്രതീഷ്. ഉന്മേഷ, തെക്കൻ തമിഴ്നാട്ടിൽ പ്രളയക്കെടുതി ഗുരുതരമായി ബാധിച്ചിട്ടുണ്ട്. തിരുനെൽവേലി മേഖലയിൽ വെള്ളക്കെട്ടുകൾ കുറഞ്ഞെങ്കിലും ഏറ്റവും കൂടുതൽ പ്രളയം ബാധിച്ചത് തൂത്തുക്കുടിയിലാണ്. തൂത്തുക്കുടിയിലെ നഗരഗ്രാമ മേഖലകളിൽ ഇപ്പോഴും വെള്ളക്കെട്ടാണ്. വ്യവസായ മേഖലകളിലടക്കം വലിയ നാശനഷ്ടങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. താഴ്ന്ന മേഖലകൾ അടക്കം തൂത്തുക്കുടിയിൽ ഇപ്പോഴും വെള്ളത്തിനടിയിലാണ്. ജനങ്ങൾ വലിയ തരത്തിൽ ദുരിതം അനുഭവിക്കുന്നുണ്ട്. നിരവധി പേർ ഇപ്പോഴും ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നുണ്ട്. മാത്രമല്ല വലിയ തരത്തിൽ സർക്കാരിനെതിരെ വിമർശനം നാട്ടുകാർ ഉന്നയിക്കുന്നുണ്ട്. കാരണം ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ നടത്തുന്നതിലടക്കം സർക്കാരിന് വലിയ വീഴ്ച സംഭവിച്ചു എന്നതാണ് പ്രധാനമായും നാട്ടുകാർ ആരോപിക്കുന്നത്. പല മേഖലകളിലും ഇപ്പോഴും വൈദ്യുതിയില്ല. പലർക്കും ആഹാരം, വെള്ളമടക്കം എത്തിച്ചു കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ വലിയ പ്രതിഷേധമാണ് തൂത്തുക്കുടി മേഖലയിലുള്ളത്. നാട്ടുകാർ ഇന്ന് തിരുനെൽവേലി തൂത്തുക്കുടി ദേശീയപാത ഉപരോധിച്ചു. 5 മണിക്കൂറോളം ഈ ദേശീയപാതയിൽ ഗതാഗതം സ്തംഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. തൂത്തുക്കുടി ജനങ്ങൾ ഒരു സാധാരണ നിലയിലേക്ക് മാറാൻ ആഴ്ചകൾ എടുക്കുമെന്നാണ് കണക്ക്. ശരി പ്രതീക്ഷ, ഏതായാലും പ്രളയ ദുരിതത്തിന് ശമനമില്ല. തെക്കൻ തമിഴ്നാട്ടിൽ പലയിടത്തും ഇപ്പോഴും വെള്ളം ഇറങ്ങിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഇന്ന് സംഭവിച്ചത് പൂർത്തിയാകുന്നു. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.